സാധനം എന്നെ കടിച്ചെന്നേ. ഇപ്പോഴേ മഴ ശക്തമായിട്ട് പെയ്യുകയാണ്. വണ്ടി എടുത്തു, ഓക്കെയാണ്, നമുക്കെന്നാൽ പോവാം. ഇപ്പം നല്ല വേനൽ മഴയല്ലേ, അപ്പം വേനൽ മഴ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കണം. മഴയത്ത് ചായ കുടിക്കാനായിട്ട് പോവുകയാണ്, അതും ഒരു യൂണീക്കായിട്ടുള്ള സ്പേസിൽ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്പേസിലേക്കാണ് ചായ കുടിക്കാനായിട്ട് പോകുന്നത്. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു ചായ കുടിക്കണമല്ലോ, അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. എൻ്റെ മോനെ നല്ല നല്ല മഴ. ഇത് മണിമലയാറാണ്. കലക്കലൊന്നുമില്ല. വടക്ക് എനിക്ക് തോന്നുന്നു വെള്ളം കുറവായിരിക്കും, മഴ കുറവായിരിക്കും, അതുകൊണ്ട് കലക്കലായിട്ടൊന്നുമില്ല. വലയിടാനുള്ള വള്ളമൊക്കെ ആ ചേട്ടൻ്റെ തോന്നുന്നു വള്ളം. മീൻ പിടിക്കാൻ പോവാന്ന് വലയിട്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ. വള്ളത്തിനൊക്കെ എന്നാ സ്പീഡാന്ന് നോക്കിയോ, പറക്കുക. ഒരു 5-8 കിലോ മീൻ കാണും. ഈ ചെറിയ പാലത്തെ കൂടെ എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുണ്ടല്ലോ, നമ്മളെ ഉറപ്പായിട്ടും തെറി വിളിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി ഇനി പോകാനായിട്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് 1 വേ ആണെന്നായിരിക്കും തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും തെറി വിളിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ഇടിഞ്ഞില്ല. നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം, ചങ്ങനാശ്ശേരി, കോട്ടയം അടുത്തതായിട്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ വരണം. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ദൂരം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ, ലെഫ്റ്റ് പോയി പാലം ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ റൈറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും പോയി നോക്കാം. അതുവഴി അങ്ങോട്ട് പോകുന്നതാണ് മുണ്ടകംപാട. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, അടിപൊളി ഒരു സ്പേസ്, പാടശേഖരത്തിന് നടുക്കൊരു കഫേ പോലെ. അവിടെ നല്ല ചൂട് ചായ കിട്ടും. ചായ മാത്രമല്ല, ഒരുപാട് സ്നാക്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടത്തേന്ന് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ വഴി ഇനി ഞാൻ നോക്കട്ടെ കറക്റ്റാണോ. പാലം ഇറങ്ങി റൈറ്റാണോ പറഞ്ഞത്, ഫസ്റ്റ് റൈറ്റാണോ അത് എന്തായാലും നോക്കാൻ പോയി. ഇടിഞ്ഞില്ല. ഏകദേശം നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വരുമ്പോഴത്തേന് ഇതുപോലുണ്ട് കാവഭാഗം മുണ്ടകം. നമ്മൾ മുണ്ടകം റൈറ്റ്, ഈ പാലം കയറി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്കൊന്ന് പോയിട്ട് വരാം. ഒരു പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയുടെ മണിയൊക്കെ ഉണ്ട് അവിടുന്ന് റൈറ്റ്. അവിടെ നിന്ന് ഈ റോഡിൽ കയറുമ്പോഴേ കാഴ്ചകൾ മാറുകയാണ്. വേറെ അടുത്ത സൈഡ് പാടം, അടിപൊളിയല്ലേ, വെള്ളം സെറ്റ്. ഇവിടെ യാതൊരു കൃഷിയുമില്ല. ഇവിടെ പാടത്താണ് ശരിയാണ്. ഇത് തോടാണ്, തോട്ടിലല്ല പോളയാണ്, നല്ല പോള നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട ഞാൻ തിരിച്ചു വന്നതാണ്. കയറി നടന്നിട്ട് തെന്നുമോന്ന് അറിയത്തില്ല. സ്റ്റീലിലാണ് പണിതിരിക്കുന്നത്. നല്ല രസമുണ്ട്. ശരി പേടിയുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് അപ്പുറത്ത് പോയി എന്തോ ആണ്. ഓ ഇവിടെ പുഞ്ചയാണ് കേട്ടോ, പുഞ്ചയാണ്. കൃഷിയൊന്നുമില്ല. തോട് നല്ല അടിപൊളിയാണല്ലേ. ഇവിടെ നടപ്പാതയൊക്കെ ഉണ്ട്, നടന്നു പോകുന്നതായിരിക്കും. നല്ല രസമാണ്. എന്തായാലും പോയേക്കാം. നമ്മൾ ഓർക്കും കാല് താഴെ പോവായിരിക്കുന്നു, പക്ഷെ പോകത്തില്ല.
അതിമനോഹരമായ കാഴ്ചയാണ് ഈ മുണ്ടകമ്പാട റോഡ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ മഴക്കാലത്ത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ മഴ ചതിച്ച് കളഞ്ഞു. മഴയും കൂടെ ഉണ്ടായിരുന്ന പൊളി വൈബായിരുന്നു കേട്ടോ. സൂപ്പറല്ലേ? ഇവരെങ്ങനെയാണ് വീട്ടിലോട്ട് വരുന്നതും കയറുന്നതും ഒക്കെ? മൊത്തം വെള്ളമായി കേട്ടോ. ആ വീട്ടുകാർക്കും വെള്ളമായി, ഈ വീട്ടുകാരുടെ എവിടെയും വെള്ളമായി. കുറച്ചുകൂടെ പൊങ്ങി എനിക്കൊന്ന് കയറുമെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ളവരുടെ ജീവിതം ഭയങ്കര ഇതാണല്ലേ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീട്ടിൽ കയറും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ കയറി കഴിഞ്ഞാൽ. നമുക്ക് ഇനി പോകാം. മഴയെ വരൂ. മഴ പെയ്യത്തില്ല എന്തായാലും ഇന്ന്. ഞാനിങ്ങനെ ഒരു ബ്ലോഗുമായിട്ട് ഇറങ്ങിയെന്നറിഞ്ഞത് കൊണ്ടാണ് മഴ വരാത്തത്. എനിക്കറിയാം നന്നേ അങ്ങനെയാണ്. ഈ സൈഡ് മൊത്തം തെങ്ങാണ് കേട്ടോ. ഫുള്ള് തെങ്ങ് കൊലച്ച് കായ്ച്ച് നിൽക്കുകയാണ്. നീരാഞ്ജനം ചുണ്ടൻ. ഇച്ചിരിയുടെ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ വള്ളം ഇറക്കാം. അടിപൊളിയാണല്ലേ? ഈ വീട്ടുകാരുടെ മതിലാണ്. ഇവിടുത്തെ ഒരു പാല ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് കഥ മാറി. അടിപൊളിയാണ്. വൈബാണ്. അതിമനോഹരമായ കാഴ്ച. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അവരുടെ കൂടെ ഞാനും. നല്ലൊരു ഇടിവെട്ട് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, പക്ഷെ പെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വെച്ച് സ്ഥലത്തെത്തി. സ്പോട്ട് ടീ ചായക്കടയുടെ പേരാണ് സ്പോട്ട് ടീ. ഒരു പടിഞ്ഞാറൻ ചായക്കട. അത് സുന്ദരമായ കാഴ്ചയല്ലേ? ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാനായിട്ട്. നല്ല കാലാവസ്ഥയാണ്. മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം പെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പരുന്ത് കണ്ടോ? നല്ല രസമുണ്ടല്ലേ? അവനിങ്ങനെ പറക്കുകയാണ്. മഴ വരുന്നതിന് മുമ്പേ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതിമനോഹരമായ കാഴ്ചയാണ്. അടിപൊളി. അവിടെ വരെയുള്ളൂ, ഇച്ചിരി അങ്ങോട്ട് പോകുന്നിടം വരെയുള്ളൂ റോഡ്. അവിടെ കഴിയുമ്പോഴത്തേനും റോഡ് തീരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം അല്ലേ? ചെറുതായിട്ടൊന്ന് അല്ല, ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നടക്കാം. അതല്ലേ നല്ല. താറാവ് പുറത്ത് ഒരുപാട് താറാവുണ്ടായിരുന്നു. ഇവിടെ കുറവാണ്. നല്ല സ്ഥലമല്ല, നല്ല കാറ്റുണ്ട്, നല്ല വൈബാണ്. എനിക്കാണെങ്കിൽ ഓൾറെഡി മഴ നനഞ്ഞത് കൊണ്ട് നല്ല പനിയുണ്ട്. ഇവിടെ കഴിയുമ്പോഴത്തേനും കൂടുമായിരിക്കും. അടിപൊളിയല്ലേ? അവിടെ നല്ല മഴയാണ്. അവിടെ നല്ല മഴ പെയ്യുകയാണ് കേട്ടോ. അവിടെ നല്ല മഴയാണ്. അവിടെ നല്ല മഴ പെയ്യുക. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല മഴയാണ് അവിടെ പെയ്യുന്നത്. പക്ഷെ ഇവിടെ മഴയില്ല. നല്ല രസമില്ലേ? പൊളി വൈബ്, പൊളി അടിപൊളി. നമുക്ക് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ഒന്ന് ചില്ല് ചെയ്യാം. ഒരു ചായയൊക്കെ കുടിക്കണം എന്നുള്ളവർക്ക് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ഇത് കേട്ടോ. നല്ല വൈബാണ്. ഇവരിവിടെ പാട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അവിടുന്ന് കണ്ട മഴയില്ല, അത് നമ്മുടെ നേരെ വരുന്നത്. എളുപ്പം എടുത്ത് റെയിൻകോട്ട് ഇടാം. നമുക്ക് ഇവിടെ കയറി നിൽക്കാം കേട്ടോ. ഇവിടെ അവർ ഇത് പണിഞ്ഞിട്ടുണ്ട്. അവിടെ കയറി നിൽക്കാം. അതായിരിക്കും നല്ലത്. അടിപൊളി ആംബിയൻസ് അല്ലേ? മഴ, ചായക്കട, ചായ. അപ്പം ഞാനൊരു അടിപൊളി ഒരു ബൂസ്റ്റ് ചായ ഓർഡർ ചെയ്തു. അപ്പോൾ ഇപ്പം വരും കണ്ടോ, നല്ല ചാറ്റിലുണ്ട്. ഇപ്പോഴും മഴ ജസ്റ്റ് ഒന്ന് തോന്നുന്നതേ ഉള്ളൂ.
ചെറുതായി ഒരു പണി പാളിയോ എന്നൊരു ഡൗട്ട്. ഇത് ഹോർലിക്സ് ആയാലേ ഞാൻ ഓർഡർ ചെയ്ത ബൂസ്റ്റ്, എന്തായാലും ഇത് കുടിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ഈ മഴയത്തൊരു ചായ അത് അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബല്ലേ, പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. നല്ല അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ മഴയത്ത് അടിപൊളി ഒരു ചായ കുടിക്കേണ്ട സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒരു ഏലക്കായിട്ടൊരു ചായ കൂടെ കുടിക്കണമെന്നുണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ എന്നാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ് അടിപൊളിയായിട്ടില്ല. എന്താ കയ്യിൽ നല്ല ചാറ്റ മഴ ഇങ്ങനെ കുളിര്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങേ അറ്റം വരെ പോയിട്ട് വരാം. അവിടെ വരെയുള്ളൂ റോഡ്. വലയിടുക രണ്ട് സൈഡിലും കായലാണെന്നേ പറയുമ്പോൾ, പക്ഷെ പൊടിച്ച് വെള്ളം കയറി അതിൻ്റെ സുന്ദരമായ കാഴ്ച. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ, കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എന്നെപ്പോലെ ചായ കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ചായ കുടിക്കാൻ മാത്രം. അവിടെയൊക്കെ കയറി നമുക്ക് നിൽക്കാനൊക്കെ പറ്റും, ഇരിക്കാനൊക്കെ പറ്റും. മഴയിലോട്ട് ഇരിക്കാനും കാണാൻ പറ്റല്ലേ. നമ്മൾ വന്ന ഈ റോഡുണ്ടല്ലോ, റോഡ് ഇവിടെ വരെ ഇവിടെ കൊണ്ട് തീരുക. നമുക്ക് വന്ന വഴി തിരിച്ചു പോകാം. നല്ല കാറ്റുമുണ്ട്, നല്ല ഓളമുണ്ട്. വെള്ളത്തിന് ഓളമുണ്ടെന്നാണ് പറയുന്നത്, തലയ്ക്കല്ല വെള്ളത്തിന്. വെള്ളം കയറുക. നമ്മളിവിടെ തിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ, ഇതുപോലുള്ള സാധനങ്ങൾ പാൻറ്റിനകത്ത്. എൻ്റെ പാൻറ്റിനകത്തുനിന്ന് കിട്ടിയത് ഇത്. കയറി വന്ന് മേളിലോട്ട് എന്തോ എഴുതുന്ന കണ്ടുകൊണ്ട് തപ്പിയതാ. എന്തോ ചെയ്യാനെന്ന് പറ, ഒന്നാമത്തെ കഷ്ടകാലമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ, വലിയൊരു സാധനം കടിച്ചിട്ടുണ്ടോ ദൈവത്തിനറിയാം. ദൈവമേ, എന്തായാലും നിന്ന് സമയം കളയുന്നില്ല. അതേ കടിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാം. അടിപൊളി ഒരു വണ്ടി വരും. കടിച്ചു കഴിഞ്ഞാൽ ചത്തു പോവോ? പഴുതാരം അടിച്ചു കഴിഞ്ഞാൽ